Hi all, എല്ലാവർക്കും നമസ്കാരം. So I welcome you all to a new session in quantity surveying. So in the last few classes we have learned about the various topics, and I have covered the few important topics like units and measurement, how to measure various items of work, and I have solved a few problems, numerical problems, and those problems were taken from few reference textbooks, and those topics were numerical problems were similar to those problems you have learned in your BTech curriculum. പക്ഷെ ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ ജോലിക്ക് പോകുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്സ് ശ്രദ്ധിക്കുക. ബിക്കോസ് നിങ്ങൾ ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്വാണ്ടിറ്റി സർവേയർ പോസ്റ്റിലിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, അതിന് നിങ്ങളുടെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പം ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ചെയ്യുന്നത് പോലെ കുറച്ച് വ്യത്യാസമുണ്ട്, അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അത് മാത്രമല്ല, യു വെൻ ഫോർ ഇന്റേൺഷിപ്സ് അല്ലേ, അപ്പോൾ ആ സമയത്ത് തിയറി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളും പ്രാക്ടിക്കലി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും ഡിഫറെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അതേപോലെ തന്നെയാണ് ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങളെ പ്രോബ്ലം പഠിപ്പിച്ചത് അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് ആ മെത്തേഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് നിങ്ങളെ പഠിപ്പിച്ചത്. അത് നിങ്ങൾ ബിടെക്കിൽ ഓൾറെഡി പഠിച്ചിരുന്നതാണ്, എങ്കിലും നമ്മൾ വീണ്ടും ഒന്ന് പഠിച്ചു, അതൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും വേണ്ടിയിട്ട്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധയോടെ കാണുക. എനിക്ക് ഉറപ്പാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗപ്പെടും. നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പേരെങ്കിലും ക്വാണ്ടിറ്റി സർവേയറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, ചെറിയ ടിപ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് മെയിനായിട്ട് പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ തവണ പ്രോബ്ലം ചെയ്ത സമയത്ത് ഒരു ടേബിൾ യൂസ് ചെയ്തിരുന്നു അല്ലേ? അതായത് ക്വാണ്ടിറ്റി ടേക്ക് ഓഫിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ഒരു ടേബിളാണ്, ആ ടേബിളിനകത്ത് പല കോളംസ് ഉണ്ടാവും. ആ കോളംസിനകത്ത് എന്തൊക്കെയായിരുന്നു? നമ്പർ, ഐറ്റംസ് ഓഫ് വർക്ക്, പർട്ടിക്കുലേഴ്സ്, വീണ്ടും ഒരു നമ്പർ, അതിനുശേഷം യൂണിറ്റ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, ടോട്ടൽ ക്വാണ്ടിറ്റി ആൻഡ് റിമാർക്സ്. ഇത്രയും കോളംസ് ഉള്ള ഒരു ടേബിളായിരുന്നു. ആ ടേബിളിനകത്തേക്കാണ് നിങ്ങൾ എന്താ ചെയ്തത്? ഈ ഡേറ്റയെല്ലാം യു ഹാവ് എൻറ്റേർഡ് അല്ലേ? എന്നിട്ടാണ് ഫൈനലി ഇൻ ദ ക്വാണ്ടിറ്റി കോളം യു ഹാവ് കാൽക്കുലേറ്റഡ് ദ ക്വാണ്ടിറ്റി അല്ലേ? എന്നിട്ട് യു ഹാവ് എൻറ്റേർഡ് ദ. സോ അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ ഇതുവരെ നോട്ട്ബുക്കിൽ എഴുതുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. സോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് ഒരു എക്സൽ ഷീറ്റാണ്. ഓക്കെ, എക്സൽ ഷീറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യം കോൺക്രീറ്റ്. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഓഫ് വർക്ക് ഉണ്ട്. ഐറ്റംസ് ഓഫ് വർക്കിനകത്ത് ഒരു ഐറ്റമാണ് ഒരു പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റ് ഉണ്ട്, ബ്ലോക്ക് വർക്ക് ഉണ്ട്, പ്ലാസ്റ്റർ ഉണ്ട്. സോ ഇത് കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിൻ്റെ എക്സൽ ഷീറ്റാണ്. ഓക്കെ, ഒരു എക്സൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്വാണ്ടിറ്റി എടുക്കാം? നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് അത്രയും നോട്ട്ബുക്കിനകത്ത് ജസ്റ്റ് കോളം ടേബിൾ വരച്ചിട്ട് ആ ടേബിളിൽ ഡേറ്റ എൻട്രി ചെയ്ത് പോവാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എക്സൽ ഉപയോഗിച്ചിട്ട് ഡേറ്റ എൻട്രി ചെയ്തിട്ട് ഫോർമുല ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ക്വാണ്ടിറ്റി ടേക്ക് ഓഫിലേക്ക് പോകുന്നത്. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഫോർമാറ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ പേഴ്സണലി വർക്ക് ചെയ്ത ഒരു പ്രൊജക്റ്റിനകത്ത് കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിൻ്റെ ടേബിളാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താഴെ ഷീറ്റ് പോർഷനിലേക്ക് നോക്കുക. ഷീറ്റിനകത്ത് ഒരു മെയിൻ സമ്മറി ഉണ്ട്, PCC ഉണ്ട്, RCC ഉണ്ട്. ഒരു കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ PCC RCC ഉണ്ടാവും.
സോ ജസ്റ്റ് നമുക്ക് ആർ സി സി ആദ്യം നോക്കാം. ആർ സി സിയുടെ ആ ഒരു ടേബിൾ കോളംസ് ഏതൊക്കെയാണ്? സീരിയൽ നമ്പർ, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ സീരിയൽ നമ്പർ, ഗ്രിഡ്. ഗ്രിഡ് എന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ഡ്രോയിങ്, നമ്മളിപ്പോൾ ഓൾറെഡി ഡീൽ ചെയ്ത ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഒരു വലിയ ഡ്രോയിങ് കൺസിഡർ ചെയ്യുമ്പോൾ ആ വലിയ ഡ്രോയിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ട് എവിടെയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഗ്രിഡ്. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ബേസിക് മീനിങ് എന്താ? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ജോഗ്രഫിയിലൊക്കെ. അതായത് ഗ്രിഡ് എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്ന ഒരു പോർഷനാണ്. ഓക്കെ, സോ അതായത് 2 ലൈൻസ് വെർട്ടിക്കലായിട്ടും 2 ലൈൻസ് ഹൊറിസോണ്ടലായിട്ടും കുറുകെ വരച്ചു കഴിയുമ്പോൾ നമുക്കൊരു സ്ക്വയർ പോർഷൻ അടുക്ക് കിട്ടും. അതാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ ഈ കേസിൽ ഗ്രിഡ് നമുക്ക് ആ ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാം. ഇവിടെ ആർ സി സി വരുന്ന ഒരു പോർഷനാണ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്. ഓക്കെ, ഫൂട്ടിങ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ ഡ്രോയിങ്ങിൽ F1 എന്ന് പറയുന്ന ഫൂട്ടിങ് എവിടെ വരുന്നു എന്ന് പെട്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ഗ്രിഡ് നോക്കിയാൽ മതി. ഗ്രിഡ് എന്ന് പറയുമ്പോൾ അവിടെ മേ ബി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് ഗ്രിഡിനകത്താണ്. ഗ്രിഡ് എങ്ങനെ അറിയാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഡ്രോയിങ്സിനകത്ത് ഡ്രോയിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡ്രോയിങ്ങിൻ്റെ ടോപ്പ് സൈഡിൽ ഗ്രിഡ് മെൻഷൻ ചെയ്ത് ഒരുപാട് ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസ്, ഹൊറിസോണ്ടൽ ലൈൻസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A1 A2 A3 A4 എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ എക്സലിൽ കാണുന്നില്ലേ ABCDEF, അതേപോലെ തന്നെ 1 2 3, അതേപോലെ തന്നെ ഡ്രോയിങ്ങിലും ഉണ്ടാവും. സോ ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ഈ സെല്ലിൻ്റെ അഡ്രസ്സ് നോക്കിയാൽ എങ്ങനെ പറയും? 9 B9 നമ്മൾ പറയാറില്ല, ഇവിടെ B9. ഓക്കെ, അപ്പോൾ B9 എന്നുള്ള സെല്ലിൻ്റെ ലൊക്കേഷൻ പറയുന്ന പോലെ തന്നെയാണ് ഈ F1 എന്ന് പറഞ്ഞ ഡ്രോയിങ്ങിൽ. F1 എന്ന് പറഞ്ഞ ഒരു ഫൂട്ടിങ്ങിൻ്റെ പേരാണ്. ആ F1 എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രിഡ് എന്ന് നമ്മൾ കൊടുക്കുന്നത്. സോ അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കോളം, അതെന്താണ്, ഏത് ഐറ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഫൂട്ടിങ്ങിനകത്ത് തന്നെ ഒരുപാട് ഫൂട്ടിങ് ഉണ്ടാവും, F1 F2 F3 F5 ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഏത് ഐറ്റം, ഡിസ്ക്രിപ്ഷൻ, യൂണിറ്റ്, നമ്പർ, ടേക്ക് ഓഫ്, അതാണ് ടേക്ക് ഓഫ് എന്ന് എഴുതിയിരിക്കുന്നത്, ലെങ്ത്, ബ്രിഡ്ത്ത്, ഹൈറ്റ്. ക്യാഡ് ഏരിയ ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ കേസിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് നമുക്ക് പിന്നീട് പറയാം. നെറ്റ് ക്വാണ്ടിറ്റി, ഈ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി സിമ്പിൾ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. പ്രോഡക്റ്റ് നമുക്കറിയാമല്ലോ, വോളിയത്തിലാണ് വേണ്ടത്. ക്വാണ്ടിറ്റി വോളിയമാണ് കോൺക്രീറ്റിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി ഈ 4 കോളത്തിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫോർമുല കൊടുക്കാൻ അറിയാവുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈക്വൽ ഇടുക, ഈക്വൽ ഇട്ടിട്ട് പ്രൊഡക്റ്റ് ഇട്ടിട്ട് സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും അങ്ങ് പറയുകയാണ്. ഓക്കെ, സോ നമുക്കവിടെ കിട്ടി. ഓക്കെ, സോ ഈ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഐറ്റം F1 F2 F3 F5 F6 അതെല്ലാം ഡ്രോയിങ്ങിനകത്തെ ഓരോ ഫൂട്ടിങ്ങിൻ്റെ പേരാണ്. ആ ഓരോ ഫൂട്ടിങ്ങിൻ്റെയും ക്വാണ്ടിറ്റി നമുക്കിവിടെ കിട്ടും. ഈ കിട്ടുന്ന വാല്യൂ, അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അതെല്ലാം ഡ്രോയിങ്ങിൽ നമ്മൾ എടുക്കുന്നതാണ്. സോ അതിൽ നിന്ന് നമ്മൾക്ക് എന്താണ്, ഇവിടെ ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ മാത്രം ക്വാണ്ടിറ്റി നമ്മളിവിടെ കണ്ടുപിടിക്കും. എന്ത് ചെയ്യണം? ഇതിൻ്റെ എല്ലാം കൂടെ സം എടുത്താൽ ഇവിടെ ഒരു ഫോർമുല ഇട്ടിട്ടുണ്ട്, സം എന്ന് പറഞ്ഞിട്ട് ഫോർമുല ഇട്ടിട്ടുണ്ട്. സോ അവിടെ 35 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ കിട്ടി. ഇതേപോലെ ഗ്രൗണ്ട് ബീം, ഇപ്പോൾ നോക്കുക, ഇവിടെ ഗ്രിഡിൻ്റെ നോക്കുക, G12 എഴുതിയേക്കുന്നത് നമ്മൾ ഈ B9 അല്ലെ B21 എഴുതിയേക്കുന്ന പോലെ തന്നെയാണ് G12 എന്ന് എഴുതിയേക്കുന്നത്. ആ ഡ്രോയിങ്ങിനകത്ത് ഈ പറയുന്ന GB1 എന്ന് പറയുന്ന ബീം ഈ G12 എന്ന് പറയുന്ന ആ ലൊക്കേഷനിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അതങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇതേപോലെ ഡ്രോയിങ്ങിൽ നിന്ന് 6.5 0.25 0.6 നമുക്ക് കിട്ടിയ ഡേറ്റയാണ്. അതിൽ നിന്ന് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇതിൻ്റെ സം എടുത്തു. ഇതേപോലെ ഓരോ ഐറ്റം ബൈ ഐറ്റം, കോൺക്രീറ്റ് തന്നെ ഒരുപാട് പാർട്ട് ഉണ്ടാവും. ഒരു വീടിൻ്റെ തന്നെ പല പല പാർട്സിലുണ്ടാവും. ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിലുണ്ട്, ഗ്രൗണ്ട് ബീമിലുണ്ട്, ഇപ്പം നെറ്റ് കോളം. ഡ്രോയിങ് അനുസരിച്ചിട്ടാണ് സ്ലാബ് ഓൺ ഗ്രേഡ്, അങ്ങനെ പല 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 സ്റ്റേജായിട്ട് നമുക്കിങ്ങനെ കോൺക്രീറ്റ് വരുന്നുണ്ട്. സോ അതിൻ്റെ എല്ലാം
ക്വാണ്ടിറ്റി നമ്മൾ ഇതേപോലെ കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, സോ ഇതാണ് കോൺക്രീറ്റിൻ്റെ ടേക്ക് ഓഫ്, ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്. അതേപോലെ തന്നെ പി സി സിയുടെ ഉണ്ട്. പി സി സി എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് നോക്കുക. പി സി സിയുടെ ക്വാണ്ടിറ്റി ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ടോട്ടൽ ക്വാണ്ടിറ്റി എടുത്തു വെക്കുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതാണ്. കാര്യം മെയിൻ സമ്മറിയിൽ നിങ്ങൾക്ക് അതിങ്ങനെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന വാല്യൂ നിങ്ങൾ എങ്ങനെ, ഇപ്പോൾ 5.65 എന്ന് പറഞ്ഞ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡ്രോയിങ്ങിൽ നിന്നാണ് നമ്മൾ വാല്യൂ എടുക്കുന്നത്. അത് ഒരിക്കലും ആ ഡ്രോയിങ് നോക്കി എടുക്കുമല്ല. ഡ്രോയിങ് എപ്പോഴും ഓട്ടോക്യാഡ് ഫയലിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഓട്ടോക്യാഡിൽ നിന്ന് തന്നെ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. ഓക്കെ, അത് എങ്ങനെ എടുക്കും എന്നുള്ളത് പിന്നീട് പറയാം. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങൾ നോക്കുക പി സി സിയുടെയും അതിനുശേഷം മെയിൻ സമ്മറിയിൽ നോക്കിയേ. മെയിൻ സമ്മറി എന്ന് പറഞ്ഞാൽ ഇതിന് സീരിയൽ നമ്പർ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ, യൂണിറ്റ്, ക്വാണ്ടിറ്റി. ഇപ്പോൾ ക്വാണ്ടിറ്റി പെർ വില്ലയും നമ്പർ ഓഫ് വില്ലയും കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഡീൽ ചെയ്ത പ്രൊജക്റ്റിൽ ഒരുപാട് 410 വില്ലയുള്ള പ്രൊജക്റ്റായിരുന്നു. ഓക്കെ, ഒരുപാട് വില്ല ഉള്ള പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ ഒരു വില്ലയുടെ ഒരു ക്വാണ്ടിറ്റി എടുത്താൽ ഒരു വില്ലയ്ക്കകത്ത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നറിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ബൈ 410 ചെയ്താൽ ആ പ്രൊജക്റ്റിൻ്റെ മൊത്തം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ നമ്പർ ഓഫ് വില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ കോളം വന്നിരിക്കുന്നത്. അതിനുശേഷം ടോട്ടൽ ക്വാണ്ടിറ്റി എഴുതി അതിൻ്റെ എല്ലാ സമ്മ് എടുത്ത് ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്. സോ ടോട്ടൽ ആർ സി സി ഒരു വില്ലയ്ക്കകത്ത് 198.95 മീറ്റർ ക്യൂബാണ്. ഒരു എൻ്റയർ പ്രൊജക്റ്റ് വരുമ്പോൾ 81,569.26 മീറ്റർ ക്യൂബാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവിടെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ, നോട്ട് എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സൽ ഷീറ്റിൽ മെൻഷൻ ചെയ്ത് വെക്കുക. ഡേറ്റ എല്ലാം മെൻഷൻ ചെയ്ത് വെക്കുക. കാര്യം കുറേ നാൾക്ക് ശേഷം നമ്മൾ എന്തെങ്കിലും ഈ എക്സൽ തന്നെ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അന്നത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. സോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഓർത്ത് വെക്കാനുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഡേറ്റ എടുത്തിരിക്കുന്നത് ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻസേർട്ട് കമൻറ്റ് കൊടുക്കുക. ഇൻസേർട്ട് കമൻറ്റ് കൊടുത്തിട്ട് ഇവിടോട്ട് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഈ എക്സൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന ഫോമാറ്റ് ഇതാണ്. സോ നമുക്ക് അടുത്ത ഒരു ഐറ്റം ഓഫ് വർക്ക് നോക്കാം. അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എക്സ്കവേഷൻ ആണ്. സോ എക്സ്കവേഷൻ്റെ എക്സ്കവേഷൻ്റെ യൂണിറ്റ് എന്തായിട്ടാണ് പഠിപ്പിച്ചിരുന്നത്? മീറ്റർ ക്യൂബാണ് അല്ലേ? മീറ്റർ ക്യൂബാണ് ഇവിടെ യൂണിറ്റ് കോളത്തിൽ ചെക്ക് ചെയ്യുക. മീറ്റർ ക്യൂബ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എക്സ്കവേഷന് വേണ്ടി, എക്സ്കവേഷൻ ഓഫ് കോഴ്സ് മണ്ണിനടിയിലോട്ടാണ്. സോ സാധാരണ രീതിയിൽ എക്സ്കവേഷൻ ചെയ്യുന്നത് ഫൂട്ടിങ്ങിന് വേണ്ടിയിട്ടും ഗ്രേഡ് ബീമിനൊക്കെ വേണ്ടിയിട്ടാണ്. സോ ആ സമയത്ത് ഫൂട്ടിങ് ഞാൻ നേരത്തെ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി എടുത്ത സമയത്ത് പറഞ്ഞിരുന്നതാണ് ഈ കാര്യങ്ങൾ തന്നെ. F1, F2, F3 അതെല്ലാം ഓരോ ഫൂട്ടിങ്ങിൻ്റെ പേരാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഒരു നമ്പർ ചിലപ്പോൾ F3 സൈസിലുള്ള ഫൂട്ടിങ് 4 എണ്ണം ഉണ്ടാവും. സോ അതിൻ്റെ എല്ലാ ഡയമെൻഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി എന്ന് പ്രൊഡക്റ്റ് സെയിം ഫോർമുല തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിനുശേഷം ഗ്രേഡ് ബീമിൽ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റി ഇതേപോലെ മീറ്റർ ക്യൂബാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിൻ്റെ യൂണിറ്റ് എങ്കിൽ മീറ്റർ ക്യൂബ് ആണെങ്കിൽ അവിടെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും വരും. ഓക്കെ, സോ ചില സമയത്ത് നമുക്ക് ഡൗട്ട് വരാം, ഏത് ലെങ്ത് എടുക്കണം, ഏത് വിഡ്ത്ത് എടുക്കണം. സോ ആ സമയത്ത് ഈ രണ്ട് കോളം ഒരുമിച്ചാക്കി ഇടാറുണ്ട്. ഈ കോളവും കൂടി ഒറ്റ ഇതാക്കി ഇടാറുണ്ട്. ഓക്കെ, സോ അതുപോലെ ശ്രദ്ധിക്കുക. നേരത്തെ ഞാൻ നോട്ട് താഴെ മെൻഷൻ ചെയ്യുന്ന കാര്യം കമൻറ്റ് മെൻഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രോയിങ് മെൻഷൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഏത് ഡ്രോയിങ് വെച്ചിട്ടാണ്
ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ആ ക്വാണ്ടിറ്റിയുടെ ഷീറ്റിൽ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ഷീറ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. കാര്യം ഇപ്പം തന്നെ എക്സാമ്പിൾ പറയാം. ഒരു ഡ്രോയിങ് വെച്ച് നമ്മളിപ്പോൾ ഇന്ന് ക്വാണ്ടിറ്റി എടുത്തു എന്ന് കരുതുക, നാളെ ആ ഡ്രോയിങ്ങിന് റിവിഷൻ വന്നേക്കാം. ഓക്കെ, അപ്പോൾ റിവിഷൻ വരുന്ന സമയത്ത് വീണ്ടും റിവിഷൻ ഡ്രോയിങ് മാറിയാൽ ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ എന്ത് മാറും? ക്വാണ്ടിറ്റി മാറും. ഓക്കെ, സോ അപ്പോൾ പുതിയ ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് ആ പുതിയ റിവൈസ്ഡ് ആയിട്ടുള്ള ഡ്രോയിങ്ങിൻ്റെ പേരായിരിക്കണം ഈ കോളത്തിൽ മെൻഷൻ ചെയ്യേണ്ടത്. കാര്യം പിന്നീട് ഒരുപാട് ഷീറ്റ് ഉള്ള സമയത്ത്, ഒരുപാട് എക്സൽ ഫയൽ ഉള്ള സമയത്ത് നമുക്ക് ഏത് എക്സൽ ഫയൽ ഏത് ഡ്രോയിങ്ങിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഡ്രോയിങ്ങിൻ്റെ പേര് കൂടി മെൻഷൻ ചെയ്തിരിക്കണം. സോ ഇത് സമ്മറിയാണ്. സമ്മറിയുടെ കോളത്തിൽ നേരത്തെ കോൺക്രീറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. ക്വാണ്ടിറ്റി ഇപ്പോൾ 1 വില്ല, ടോട്ടൽ നമ്പർ ഓഫ് വില്ല ആൻഡ് ടോട്ടൽ ക്വാണ്ടിറ്റി. സോ നോക്കുക. ഓക്കെ, ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് ബ്ലോക്ക് വർക്കിനെ കുറിച്ചാണ്. ബ്ലോക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ബ്രിക്ക് വർക്ക് ഇല്ലേ, അത് തന്നെയാണ്. സോ ബ്ലോക്ക് വർക്കിൻ്റെ കേസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ സ്ലൈഡ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്ന കാൽക്കുലേഷനും നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ കാൽക്കുലേഷനും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് പെർ IS മെത്തേഡ് നമുക്കിപ്പം സ്റ്റാൻഡേർഡ് പ്രകാരം ബ്ലോക്ക് വർക്കിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. ഓക്കെ, മീറ്റർ ക്യൂബ് വരുമ്പോൾ അവിടെ നമുക്ക് ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, ഹൈറ്റ് വേണം. പക്ഷേ അപ്പോൾ ഇത് പ്രൊജക്റ്റ് നടന്നത് മിഡിൽ ഈസ്റ്റിലായതുകൊണ്ട്, UAE-യിലായതുകൊണ്ട്, അപ്പോൾ അവിടത്തെ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് മീറ്റർ സ്ക്വയറിലാണ് ബ്ലോക്ക് വർക്ക് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓർക്കുക ബ്ലോക്ക് വർക്ക് ക്വാണ്ടിറ്റി എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ചെയ്യുന്നത്, നിങ്ങൾ നോക്കി ഇവിടെ ഒരു സബ് ഹെഡിങ് പോലെ കൊടുത്തിട്ടുണ്ട്. 300 mm തിക്നെസ് തേർമൽ ഇൻസുലേറ്റഡ് ബ്ലോക്ക്. 300 mm തിക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു വോൾ തിക്നെസ് ആണ്. ഓക്കെ, വോൾ തിക്നെസ് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ പല വോള് പല തിക്നെസ്സിൽ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. സ്റ്റാൻഡേർഡ് ഒരു 23 എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ചിലപ്പോൾ 30 ആയിരിക്കും, ചില സമയത്ത് 23 ആയിരിക്കും. അതുകൊണ്ടാണ് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, സോ 30 സെൻറ്റിമീറ്റർ ആണ് 300 mm. സോ അതാണ് ഇവിടെ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ താഴോട്ട് നിങ്ങൾ നോക്കുക, 200 mm ബ്രിക്ക് ഉണ്ട്, അതിനുശേഷം 300 mm. ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ 300 mm എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ എന്ന് ഉദ്ദേശിച്ച ഒരു വീടിൻ്റെ പുറത്ത് വരുന്ന വോൾസിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ് ഇവിടെ. അതിനുശേഷം 200 mm ബ്ലോക്ക് എക്സ്റ്റേണൽ. ഓക്കെ, അതിനുശേഷം 300 mm തിക്നെസ് തെർമൽ ഇൻസുലേറ്റഡ് ബ്ലോക്ക് ഇൻറ്റേർണൽ, വീടിനകത്ത് വരുന്ന വോള്. അതിനുശേഷം 150 mm ഇൻറ്റേർണൽ. ഓക്കെ, 100 mm ഇൻറ്റേർണൽ. അങ്ങനെ പിന്നീട് അതിനുശേഷം സെപ്പറേറ്റ് മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ബ്രിക്ക് ആണെന്ന് കൺസിഡർ ചെയ്തിട്ട്, ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന വോൾ തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ പ്രൊജക്റ്റിൽ വേറൊരു രീതിക്ക് സെപ്പറേറ്റ് ചെയ്യാനായിരിക്കും ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് അങ്ങനെ ചെയ്യുക. പക്ഷേ ഈ കേസിൽ നമുക്കിപ്പം എക്സ്റ്റേണലും ഇൻറ്റേർണലും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ സൈസ് അനുസരിച്ചിട്ട് ബ്ലോക്കിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി കാൽക്കുലേഷനിലേക്ക് വരാം. ഇവിടെ ഓരോ റൂമായിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. റൂം, ഓക്കെ, ഗസ്റ്റ് ബെഡ്റൂം ഗ്രിഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഗസ്റ്റ് ബെഡ്റൂമിൽ ലെങ്ത്തും ഹൈറ്റും, നമ്മളിപ്പോൾ ഏരിയ മതി, 2 ഡയമെൻഷൻ മതി, അതുകൊണ്ട് തന്നെ ലെങ്ത്തും ഹൈറ്റും. ഓക്കെ, ടോട്ടൽ ലെങ്ത് കൺസിഡർ ചെയ്യുന്നു, അതിനുശേഷം ടോട്ടൽ ഹൈറ്റ് കൺസിഡർ ചെയ്യുന്നു. 3.3 ഹൈറ്റും 7.9 വിഡ്ത്തും. എന്നിട്ട് അതിനുശേഷം വിൻഡോ വരുന്നിടത്ത് ബ്രിക്ക് വർക്ക് വരില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ നമ്പറിൻ്റെ അവിടെ -1 വന്നിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഇവിടെ +1, ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ +1 വന്നു, വിൻഡോയുടെ -1 വന്ന് ഡിഡക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഡിഡക്റ്റ് ചെയ്തപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ട് കാണിച്ചു. ഓക്കെ, ഇനി അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡിഡക്ഷൻ വരുന്നതെല്ലാം സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. ഡോറിൻ്റെ കാര്യവും വിൻഡോയുടെ കാര്യവും എല്ലാം സെപ്പറേറ്റ്
കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട്സൈഡ് വോൾ വന്നപ്പോൾ ഔട്ട്സൈഡ് വോളിൻ്റെ ലെങ്ത്ത് ഒറ്റയടിക്ക് ചെയ്തിരിക്കുകയാണ്. ഡ്രോയിങ് എങ്ങനെയാണെന്ന് ഓർമ്മയില്ല, അതുകൊണ്ട് തന്നെ ഡ്രോയിങ് അനുസരിച്ചിട്ടാണ് ഈ എടുത്തിരിക്കുന്നത്. സോ ഡ്രോയിങ്ങിൽ നിന്ന് കിട്ടിയ കാൽക്കുലേഷനാണ് ഈ 38.4 എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ വിൻഡോയും ഡോറെല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും സബ് ക്വാണ്ടിറ്റി നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കിട്ടിയതിന് ശേഷം ഇതിൻ്റെ എല്ലാം സമ്മറി ആയിട്ട് എക്സ്റ്റേണൽ വോളിന് 300 mm ഇത്ര ക്വാണ്ടിറ്റി, 200 mm ഇത്ര ക്വാണ്ടിറ്റി, ഓക്കെ. ഇൻറ്റേർണൽ വോളിൻ്റെ ഓരോ ടൈപ്പ് ബ്രിക്കിന് ഇത്ര ഓരോരോ ക്വാണ്ടിറ്റി ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും സമ്മറി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ചില സമയത്ത് നമ്മുടെ സീനിയർ ഒഫീഷ്യൽസ് ആരെങ്കിലും നമ്മളോട് സപ്പോസ് ചോദിക്കുകയാണ്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ സമ്മറി മാത്രം എടുത്ത് കൊടുത്താൽ മതി, അല്ലേ? പെട്ടെന്ന് ഒരുപാട് കാൽക്കുലേഷൻ വേണ്ടി വരില്ലല്ലോ. ജസ്റ്റ് ആ ഒരു സമ്മറി മാത്രമായിട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സമ്മറി എടുത്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, ബ്ലോക്ക് വർക്കിന് ശേഷം പറയാൻ പോകുന്നത് പ്ലാസ്റ്ററിങ്ങിൻ്റെയാണ്. പ്ലാസ്റ്ററിങ് ക്വാണ്ടിറ്റിയാണ്. പ്ലാസ്റ്ററിങ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യൂണിറ്റ് എടുത്തിരിക്കുന്ന മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയർ വെക്കുമ്പോൾ തന്നെ നമുക്ക് 2 ഡയമെൻഷൻ മതി, ലെങ്തും ഹൈറ്റും. നിങ്ങൾക്കിപ്പം പ്ലാസ്റ്റർ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വോൾ പ്ലാസ്റ്ററിങ് ആണെങ്കിൽ നമുക്ക് വരുന്ന ഏതാണ്? ആ ലെങ്തും വരും, ഹൈറ്റും വരും. നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, നിങ്ങളുടെ അടുത്തൊരു ഭിത്തി ഉണ്ടെങ്കിൽ ആ ഭിത്തിയുടെ നീളവും പൊക്കവുമാണ് നമുക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റിക്ക് വേണ്ടി ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പം അവിടെ ഏതെങ്കിലും ഈ GL02, G09 ഓപ്പണിങ്, ഇതെല്ലാം എന്തെങ്കിലും ഒരു ഓപ്പണിങ് ആയിരിക്കും. അതായത് മേ ബി വിൻഡോ ആവാം, ഡോർ ആവാം. അത് ആ ഇൻഡെക്സ് നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ സാധാരണ ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് വരുമ്പോൾ ഇവിടെ സിംപ്ലി നെഗറ്റീവ്, പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ റെഡ് കളർ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇവിടെ ഈ ലെങ്ത്, ക്യാഡ് ഏരിയ, ഇതിലെല്ലാം നമ്പർ ഫോർമാറ്റ് കൊടുക്കണം. നമ്പർ ഫോർമാറ്റ് കൊടുക്കുന്നത് റൈറ്റ് ക്ലിക്ക് എടുക്കുക. എവിടെയൊക്കെ നമുക്ക് ഒരുപാട് ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്, ടെക്സ്റ്റ്, നമ്പർ, ഡേറ്റ്, പെർസെൻറ്റേജ് അങ്ങനെ പറഞ്ഞിട്ട്. സോ നമുക്കിപ്പോൾ എക്സലിൽ നമ്മളിപ്പോൾ നമ്പർ ആണല്ലോ ഈ സെല്ലിലെല്ലാം അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോർമാറ്റ് മാറ്റി സെല്ലിൽ നമ്പർ കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് അടിക്കുക, അതിനുശേഷം ഫോർമാറ്റ് സെല്ല് കൊടുക്കുക. ഓക്കെ, ഫോർമാറ്റ് സെല്ല് കൊടുക്കുമ്പോൾ ഒരുപാട് കാറ്റഗറീസ് വരും. സോ അതിൽ നിന്ന് നമ്പർ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്പർ സെലക്ട് ചെയ്തിട്ട് എത്ര ഡെസിമൽ പ്ലേസ് വേണമെന്ന് ചോദിക്കും. എത്ര വേണം, 2ഓ 3ഓ, അതായത് ഡെസിമൽ പോയിന്റ് 2 വേണോ 3 വേണോ എന്നൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 1000 സെപ്പറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1000 കഴിയുമ്പോൾ ഒരു 1234 എന്ന് പറയുന്നത് 1 കഴിയുമ്പോൾ ഒരു കോമയും കൂടെ വരും. സെപ്പറേറ്ററാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മളെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി അതല്ല, സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം ഈ ബ്രാക്കറ്റ് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ സ്പെഷ്യൽ ഫോർമാറ്റ് ഒരുപാടുണ്ട്. അത് കൊടുക്കാൻ വേണ്ടി ഇവിടെ നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഈ രീതി കൊടുത്താൽ മതി. 0.00 ഇങ്ങനൊരു സെമിക്കോളൻ ഇട്ടിട്ട് റെഡ് കളറിൽ കൊടുക്കണമെങ്കിൽ ഈ രീതിക്ക് കൊടുക്കുക. ഒരുപാട് കസ്റ്റമിൽ പോകണം. കസ്റ്റമിൽ പോയാലേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ബ്ലൂ ആണ്, നിങ്ങൾക്ക് വേറൊരു കളറാണ് വേണ്ടതെങ്കിൽ ബ്ലൂ നമുക്ക് ഇവിടെ കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനിയും നിങ്ങളോട് പറയാനുള്ളത്, ടേബിൾ എക്സലിൽ ക്രിയേറ്റ് ചെയ്യാൻ ഐ ഹോപ്പ് എല്ലാവർക്കും അറിയാവുന്നെങ്കിലും ഒന്നുകൂടെ പറയാം. ഇപ്പം ഇതുപോലൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ബോർഡർ കറക്റ്റായിട്ട് വരണമെങ്കിൽ, ഇപ്പം സപ്പോസ് പുതിയൊരു ഷീറ്റ് എടുക്കുക. പുതിയൊരു ഷീറ്റ് എടുത്തിട്ട് ഇവിടെ എനിക്കൊരു ടേബിൾ വേണമെങ്കിൽ, ബോർഡർ കൊടുക്കാനാണെങ്കിൽ ഇത്രയും സെല്ലിൽ എനിക്ക് ബോർഡർ കൊടുക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ സപ്പോസ് നമുക്കിപ്പോൾ ഇവിടെ ഓൾ ബോർഡേഴ്സ് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഓൾ ബോർഡേഴ്സ് കൊടുത്താൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ല? എല്ലായിടത്തും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ കാണിച്ചിരിക്കുന്ന ടേബിളിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ, അതായത് ഇപ്പം ഇതിൻ്റെ
ഇതിപ്പോൾ കാണുമ്പോൾ എല്ലാ ലൈൻസും ഒരുപോലെയാണ്. ഇപ്പോൾ ഏറ്റവും ഔട്ട്സൈഡിലുള്ളത് കുറച്ചുകൂടി ഡാർക്കൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഫോർമാറ്റ് സെൽസ് കൊടുക്കുക. ഫോർമാറ്റ് സെല്ല് കൊടുക്കുമ്പോൾ കുറേ വരും: നമ്പർ, അലൈൻമെൻറ്റ്, ഫോണ്ട്, ബോർഡർ, ഫില്ല്, പ്രൊട്ടക്ഷൻ. ഇതിൽ നിന്ന് ബോർഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഒരുപാട് സ്റ്റൈൽ കണ്ടില്ലേ? സ്റ്റൈലിനകത്ത് ഇപ്പോൾ ഏറ്റവും ഡാർക്കായിട്ടുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഔട്ട്ലൈൻ മാത്രം നമുക്ക് ഡാർക്ക് മതിയെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ കണ്ടില്ലേ, നമുക്ക് ഔട്ട്സൈഡ് മാത്രം ഡാർക്കനായി. ഇനി സപ്പോസ് എനിക്ക് ഈ ഹൊറിസോണ്ടൽ അകത്തെ ഇപ്പം ഞാൻ ഈ ഇപ്പം കുറച്ച് സെല്ല് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയും സെല്ല് സെലക്ട് ചെയ്യുന്നത് എനിക്ക് നടുക്കളത്തെ 2 ലൈൻ, ഈ ഹൊറിസോണ്ടൽ ലൈൻ 2 എണ്ണം ഉണ്ടല്ലോ അകത്തുള്ളത്, ആ 2 ലൈൻ മാത്രം എനിക്ക് ഡോട്ടഡ് ആയിട്ട് വേണമെങ്കിൽ ഫോർമാറ്റ് സെൽ കൊടുക്കുക. ഇവിടെ ഡോട്ടഡ് ലൈൻ ഉണ്ടല്ലോ, ഡോട്ടഡ് ലൈൻ അല്ലെങ്കിൽ ഈ ഡോട്ടഡ് ലൈൻ കൊടുത്തിട്ട് ഈ നടുക്കലത്തേത് മാത്രം സെലക്ട് ചെയ്യുക. നടുക്കലത്തെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, അകത്തേത് മാത്രം ഡോട്ടഡ് ലൈനായിട്ട് മാറി. ഓക്കെ, ഇനിയും സപ്പോസ് അതേപോലെ തന്നെ നമുക്ക് ഓരോ കേസിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ കേസിലൊക്കെ അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റും. ഫോർമാറ്റ് സെല്ലിൽ പോവുക, ഫോർമാറ്റ് സെല്ലിൽ അലൈൻമെൻറ്റ് നമ്പർ ജസ്റ്റ് ശ്രദ്ധിക്കുക, റൈറ്റ് ഇൻഡൻ്റ് ആണ്, മനസ്സിലായില്ലേ? ഹൊറിസോണ്ടലി നമുക്ക് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സെൻട്രലാവും. ഓക്കെ, ഫൈനലി നമുക്ക് വാട്ടർ പ്രൂഫിംഗ് നോക്കാം. വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാര്യം നമ്മൾ ഈ വെറ്റ് ഏരിയാസിലെല്ലാം, ഐ മീൻ ഒരു ടെറസിലോ അല്ലെങ്കിൽ ബാത്റൂം ഫ്ലോറിലോ ഒക്കെ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ സാധാരണ രീതിയിൽ നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് പറയുന്നത്, ഏരിയയാണ് പറയുന്നത്. സോ ലെങ്തും വിഡ്ത്തുമാണ് നമുക്ക് ആവശ്യം, ഫ്ലോറിംഗ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്കവിടെ കുറച്ച് സ്ഥലങ്ങളിൽ വെറ്റ് ഏരിയ മാത്രം ആയതുകൊണ്ട് വളരെ കുറച്ച് ഏരിയ മാത്രമേ കാണത്തുള്ളൂ കൺസിഡർ ചെയ്യാനായിട്ട്. സോ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം സം എടുത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കുക, ഇവിടെ ഫൈനൽ എത്തുക. സോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. കാര്യം മെയിനായിട്ട് ഈ എക്സൽ വെച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നതിനകത്ത് ഒരുപാട് ടിപ്സ് ഉണ്ട്, ഓഫ് കോഴ്സ് ടിപ്സ് ഉണ്ട്. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ടേബിൾ വരയ്ക്കാൻ നമ്പർ 1 പഠിച്ചു വെക്കണം. ടേബിൾ പഠിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യണം. ഫോർമുല മെയിനായിട്ട് ആഡും പ്രൊഡക്റ്റ് എടുക്കാനുള്ളതേ ഉള്ളൂ. 2 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. പ്രൊഡക്റ്റ് എടുക്കുക, സം എടുക്കുക. സോ അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പം ഇതിൽ നിന്നെല്ലാം സമ്മറി നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഓക്കെ, സോ സമ്മറി നമ്മളെല്ലാത്തിനും ഉണ്ടാക്കുന്നുണ്ട്. സോ സമ്മറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്കൊരു ക്വാണ്ടിറ്റി, കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ക്വാണ്ടിറ്റി 191.35 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇവിടുന്ന് കിട്ടിയതാണ്, രണ്ടാമത്തെ ഷീറ്റിൽ നിന്ന് കിട്ടിയതാണ്. ടോട്ടൽ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ കിട്ടിയ വാല്യൂ ആണ് ഇവിടെ എത്തുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് ആ വാല്യൂ ഇപ്പുറത്തെ മെയിൻ സമ്മറിലോട്ട് എത്തിക്കുന്നത്? കോപ്പി ചെയ്യുവാണോ അതല്ല നോക്കി എഴുതുവാണോ? അതിനുള്ള വഴി എന്ന് പറയുന്നത്, ഇപ്പം സപ്പോസ് എനിക്ക് ഈ സെല്ലിൽ വേണമെങ്കിൽ ഒരു ഈക്വൽ ഇടുക. ഈക്വൽ ഇട്ടിട്ട് ഇതിൽ പോയി ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ആ സെല്ലിലോട്ട് ആ വാല്യൂ, ഇവിടെ റെഫറൻസ് ലിങ്ക് ആയിരിക്കും ഈസ് ഈക്വൽ ടു, കണ്ടില്ലേ, വാട്ടർ പ്രൂഫിംഗ് എന്നുള്ള ഷീറ്റിൽ J15 സെല്ലിലുള്ള, കണ്ടില്ലേ, J15 സെല്ലിലുള്ള വാല്യൂ ആണ് ഇങ്ങോട്ടേക്ക് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള സജഷൻ എന്നല്ല, ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും, ഇപ്പം നമ്മൾ ലിങ്ക് കൊടുത്തു, വിതിൻ ഒരു എക്സൽ ഫയലിനകത്ത് തന്നെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, അപ്പോൾ മെയിൻ സമ്മറിയിലേക്ക് ആ ഒരു വർക്ക് ബുക്കിനകത്തെ ഇതിപ്പോൾ ഒരു ഷീറ്റേ ഉള്ളൂ. ഇതേപോലെ രണ്ടാമതൊരു ഷീറ്റ് വരാം, 3 വരാം, അങ്ങനെ ഒരുപാട് ഷീറ്റ് വരാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇതിൽ നിന്നല്ല, ഈ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, അതെല്ലാ ഷീറ്റിൽ നിന്നും നമുക്ക് സമ്മറിയിലോട്ട് ലിങ്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. ഓക്കെ, പക്ഷേ
ഒരു പോസിബിലിറ്റി ഉണ്ട്, നമ്മുടെ മുന്നിൽ ഒരു പോസിബിലിറ്റി ഉള്ളത് ഒരു ഓപ്ഷനാണ്. ഓക്കെ, നമുക്ക് ഈ വർക്ക് ബുക്കിലേക്ക് വേറൊരു വർക്ക് ബുക്കിൽ നിന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണം കാണിക്കാം. ഇപ്പം ഞാൻ ഈ സെല്ലിലേക്ക് ഈക്വൽ ടു വേറൊരു വർക്ക് ബുക്ക് എടുക്കുകയാണ്. വേറൊരു വർക്ക് ബുക്ക് എടുത്തിട്ട് പ്ലാസ്റ്ററിങ്, ഓക്കെ, പ്ലാസ്റ്ററിങ്ങിലെ ഒരു വാല്യൂ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഓൾറെഡി അവിടെ ലിങ്ക്ഡ് ആയതുകൊണ്ട് ഓക്കെ, ഐ വിൽ ട്രൈ വൺ മോർ ടൈം. ഓക്കെ, നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു വർക്ക് ബുക്ക്, ഈ വർക്ക് ബുക്കിലേക്ക് വേറൊരു വർക്ക് ബുക്കിൽ നിന്ന് നമ്മൾ ഡേറ്റ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഈക്വൽ ടു കൊടുത്തിട്ട് വേറൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാണ്. പ്ലാസ്റ്ററിംഗ് എന്നുള്ള വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അവിടെ എൻ്റർ ചെയ്തൊരു വാല്യൂ, ഓക്കെ, സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഇവിടെ കിട്ടി. ദാറ്റ് മീൻസ് ഒരു വർക്ക് ബുക്കിന് പുറത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് ബുക്കിലേക്ക് ഡേറ്റ എടുക്കാം. പക്ഷെ ഞാൻ പേഴ്സണലി ഇത് നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യില്ല. ചെയ്യാത്തതിൻ്റെ റീസൺ, നമ്മുടെ ആ സോഴ്സ് ഫയൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ വാല്യൂ 33.85 എന്ന് പറയുന്ന വാല്യൂ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്ന എക്സൽ ഫയലിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത വാല്യൂ ആണ്. ഓക്കെ, പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ ആ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്ന ഫയലിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ആ ഫയൽ ഡിലീറ്റ് ആയി പോവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാല്യൂ ഡിലീറ്റ് ആയി പോകും. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു REF എന്ന് പറഞ്ഞിട്ടൊരു എഴുതി ഇവിടെ കാണിക്കും. സോ അങ്ങനെ ഡേറ്റ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ സജഷനാണ്, കൂടുതൽ എക്സ്പേർട്സ് ആയിട്ട് ഉള്ളവർക്ക് മേ ബി ട്രൈ ചെയ്യാം. പക്ഷെ എപ്പോഴും ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ എപ്പോഴും വിത്തിൻ ദ വർക്ക് ബുക്ക് ലിങ്ക് ചെയ്യുക. ഔട്ട്സൈഡ് വർക്ക് ബുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഫോളോ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് പ്രാക്ടിക്കൽ ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ US ജോബിന് ചെല്ലുന്ന സമയത്ത് ചില കമ്പനീസിലൊക്കെ ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. എക്സൽ ഫയലിൽ ഒരു ടേബിൾ ഉണ്ടാക്കുക, ടേബിൾ വെച്ചിട്ട് ഓരോ ഐറ്റം ബൈ ഐറ്റം ആയിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾ ബുക്കിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെ എന്ത് ചെയ്യുന്നു, എക്സലിൽ ചെയ്യുന്നു. അത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ഇന്നത്തെ സെഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ.